അപ്പോൾ നമ്മൾ പോകുന്നത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ SIR-ൽ എതിർപ്പ് അറിയിക്കാനുള്ള സമയം നീട്ടണമെന്ന ഹർജികളും പരിഗണിക്കും. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. വിനിത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ആധാർ കൂടി പരിഗണിക്കേണ്ടി വരും എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ 11 രേഖകളുടെ കൂട്ടത്തിലാണോ അതോ അഡീഷണൽ ആയിട്ടാണോ എന്ന കാര്യത്തിലൊക്കെ ഉള്ള ചില അവ്യക്തതകൾ തുടരുന്നുണ്ട്. അപ്പോൾ ഇന്ന് അക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറയാൻ പോകുന്നു. ആധാർ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ള കാര്യം. വിനീത. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന. തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ ആധാർ രേഖയായി പരിഗണിക്കണമെന്നൊക്കെ നേരത്തെ തന്നെ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടേതായിട്ടുള്ള ചില ന്യായങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഈ ഹർജി ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികളാണ് ഇന്ന് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ച കോടതി ആധാർ രേഖയായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോയവർക്ക് ഓൺലൈൻ വഴി പരാതികൾ നൽകാൻ സൗകര്യം ഒരുക്കണമെന്നും കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഈ SIR-ൽ അഭിപ്രായങ്ങളും എതിർപ്പുകളും അറിയിക്കുവാനുള്ളൊരു സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളും ഇന്ന് ഇതിനോടൊപ്പം തന്നെ കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ തന്നെ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കവേ കോടതി ചില സംശയങ്ങളും ഈ ആധാർ എന്തുകൊണ്ട് പരിഗണിക്കാൻ കഴിയില്ല എന്നുൾപ്പെടെയുള്ള ചില കാര്യങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഏതാണ്ട് 65 ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതുമൊക്കെയായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഈ പുറത്തായവർ എന്തുകൊണ്ട് പുറത്താക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയിൽ സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകളൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയവരിൽ മരിച്ചവരുൾപ്പെടെ ഉണ്ട്, അവരെയൊക്കെയാണ് പുറത്താക്കിയിരിക്കുന്നതെന്നൊക്കെയുള്ളൊരു വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. ഏതാണെങ്കിലും ഈ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഹർജിയിന്മേൽ വിശദമായിട്ടുള്ളൊരു വാദം തന്നെ ഇന്നും ഉണ്ടായേക്കും. ഹാഷ്മി. ഓക്കെ, നിർണായകമായ ഹർജിയാണത്. ബീഹാറിലെ SIR-മായി ബന്ധപ്പെട്ട വ്യാപകമായ പരാതികൾ 65 ലക്ഷത്തോളം പേരെ ഒഴിവാക്കി എന്നുള്ള ആരോപണം, ഒഴിവാക്കൽ അത് 50 ലക്ഷത്തിലധികം പേര് ഒഴിവാക്കി എന്നുള്ള അഫിഡവിറ്റൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഒഴിവാക്കി, എന്തിനൊഴിവാക്കി, കൂടുതൽ പേര് ഉൾപ്പെടുത്തി, എത്ര പരാതികളുണ്ട്, പരാതികൾ കേൾക്കാൻ തയ്യാറാവുന്നുണ്ടെന്ന് കോൺഗ്രസിന്റെ ആരോപണം. ഒരുപാട് കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ മുൻപാകെ പരിഗണനയ്ക്ക് എത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.